Hi, Namaste. Welcome back, viewers. Welcome back to my channel, Meet Trader. ട്രേഡിങ്ങിൽ എവിടെ നോക്കിയാലും നമുക്ക് സ്കാം വീഡിയോസാണ് കാണുന്നത്. നമുക്ക് രാത്രി കോടിപതിയായി ഇത്ര ലക്ഷം രൂപ കിട്ടി, ഇന്നത്തെ പ്രോഫിറ്റിൽ ഇത്ര കിട്ടി എന്നുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കണ്ടിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, രാത്രി ആർക്കും കോടിപതിയാകാൻ പറ്റില്ല. അതിന് നമുക്ക് ട്രേഡിങ്ങിലൂടെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ നമുക്ക് കാൽക്കുലേഷൻസ്, പ്രോപ്പർ അനാലിസിസ് ഇതൊക്കെ നമ്മൾ കൂടിയേ തീരും. അപ്പോൾ ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കണം, അതായത് നമ്മൾ ട്രേഡിങ്ങിലൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പാലിക്കേണ്ട 3 ഫണ്ടമെൻ്റൽസാണ്. ഫസ്റ്റ്, പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരുന്ന ഒരു ചാർട്ട് അനാലിസിസ്. സെക്കൻഡ്, നമുക്ക് മെൻ്റൽ കൺട്രോൾ, നമ്മുടെ നല്ലൊരു മെൻ്റൽ കൺട്രോൾ വേണം. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. തേർഡ്, നമുക്ക് കറക്റ്റ് ടൈമിൽ ലോജിക്ക് അപ്ലൈ ചെയ്യാം. അതായത് കറക്റ്റ് ടൈമിൽ നമ്മൾ എടുക്കുന്ന ലോജിക്ക്, ആ ഒരു നമുക്ക് ട്രേഡിങ്ങിൽ അതും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആക്ച്വലി ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. അതൊക്കെ കറക്റ്റ്. ഇപ്പോൾ പല മാർക്കറ്റിനും പല രീതിയിലാണ് പോകുന്നത്. അത് നമ്മൾ ചാർട്ട് അനാലിസിസിൻ്റെ കൂടെ ചെറിയൊരു ലോജിക്ക്, ചെറിയൊരു മെൻ്റൽ കൺട്രോൾ, നല്ല മെൻ്റൽ കൺട്രോളും കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ വിൻട്രേഡ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ 16 വർഷമായിട്ട് ചെയ്യുന്നതാണ്. വിൻട്രേഡിൻ്റെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ്, അതേപോലെ ട്രേഡിങ്ങിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പല അബദ്ധങ്ങളും നമുക്ക് പറ്റാം. അതായത് നമ്മൾ മാർക്കറ്റ് കയറുന്നു എന്ന് നമ്മൾ കണ്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്ത് നമ്മൾ ലോസിലേക്ക് പോകുന്ന അവസ്ഥയും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എവിടെയൊക്കെ ലോസ് പറ്റാം, അതേപോലെ തന്നെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ, പിന്നെ അതേപോലെ നമ്മൾ എങ്ങനെ അത് തിരുത്താൻ പറ്റി, നമ്മുടെ സോഫ്റ്റ്വെയറിൽ കാണിച്ച ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസും കൂടെ, അതേപോലെ നമുക്കൊരു അതേപോലെ നമുക്ക് ട്രേഡിംഗ് എടുത്ത് നമുക്ക് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസും എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജി എന്നൊരു ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് ബൈ കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രോപ്പറായിട്ടൊരു ബൈയിൽ പോയിട്ടില്ല. നമുക്കവിടെ ചെറുതായിട്ട് മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇന്നലെയും അതുപോലെ മാർക്കറ്റ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 2 ട്രേഡിങ് കിട്ടിയിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11th ജൂണാണ്. ഇന്നലെ മാർക്കറ്റ് ഇറങ്ങിയെങ്കിലും ഇടയ്ക്ക് മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഒന്ന് ബൈ കയറാൻ നോക്കിയപ്പോഴും ചെറുതായിട്ടൊന്ന് കയറി നമുക്ക് മാർക്കറ്റ് തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ നമുക്ക് ഒരുപാട് ലോസ് പോയിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾക്കും ഈ ഒരു അബദ്ധം, അതായത് ഇന്നലത്തെ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം, അതായത് ഇവിടെ ഒരു ലോസ്, നമുക്ക് ആ ബൈ ട്രേഡ് എടുത്ത് ലോസ് പറ്റിയിട്ടുണ്ടാകാം. ഓക്കെ, പറ്റിയിട്ടില്ലേ നിങ്ങൾക്ക്? അതേപോലെ തന്നെ ഇന്നത്തെ ട്രേഡിൽ അതേപോലെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് കയറുന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ നിഫ്റ്റിയിൽ അങ്ങനെയല്ല. നിഫ്റ്റിയിൽ ഇന്നലെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നിഫ്റ്റിയിൽ ഇന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഓപ്ഷനിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റിയെക്കാളും നിഫ്റ്റി നമുക്ക് പ്രോഫിറ്റബിൾ ഇന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ചാർട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പണായി. ഇന്നലെ സെൽ സിഗ്നൽ വന്നതിന് കണ്ടിന്യൂഷൻ ആയിട്ട് മോർണിംഗിൽ ശകലം പോയി. പിന്നെ അവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കയറി. ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. പക്ഷേ ബൈസിക്കിൾ ഇവിടുന്ന് കിട്ടി. ഇവിടുന്ന് ഒരുപാട് കയറിയിട്ടില്ല. മാർക്കറ്റ് അവിടുന്ന് ഒരുപാട് സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് തരുന്നില്ല. അവിടുന്ന് ചെറുതായിട്ട് റിവേഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ ഒരു നമ്മുടെ കറക്റ്റായിട്ട് തരുന്ന ചാർട്ട് അനാലിസിസ്, അതേപോലെ ചെറിയ ലോജിക്ക്, അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് രാവിലെ ഡൗൺ ഇറങ്ങിയതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് റിട്രേസ്മെൻറ്റ് പോയി, പിന്നെ തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് സെൽ സിഗ്നൽ തന്നതിൻ്റെ കണ്ടിന്യൂഷൻ പോയി സപ്പോർട്ട് അടിച്ച് രാവിലെ താട്ടിറങ്ങി. ഇപ്പോൾ സ്കാൽപ്പിംഗ് നിന്ന് മിനിറ്റ് വൈസ് ട്രേഡിൽ നിന്ന് ഇവിടെ സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങി നമ്മളിവിടെ ട്രേഡ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ക്യാൻഡിൽ നിന്ന് അവിടെ താട്ടിറങ്ങിയിട്ടുമുണ്ട്, അവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്തു. പിന്നെ മാർക്കറ്റ് നമ്മൾ റിട്രേസ്മെൻ്റ് ആണ് പോയത്. അപ്പോൾ പക്ഷേ 1 മിനിറ്റിൽ അവിടെ ട്രേഡ് കിട്ടും. 1 മിനിറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യുമ്പോൾ നമുക്ക് M1 M5 കൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മിനിറ്റിൽ നിന്ന് ഇവിടെ ഒരു അറ്റൻഡ് കാണിച്ചു. പക്ഷേ നമ്മളവിടെ ചെറിയ ലോജിക്ക്, അതായത് 5 മിനിറ്റ്സ് ആണ് കറക്റ്റ് ആക്യുറേറ്റ് ട്രേഡ് തരുന്നത്. പക്ഷേ അത് 1 മിനിറ്റും കൂടെ ടൈം ഫ്രെയിം ഇട്ടിട്ട് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടും.
ഇപ്പോൾ M1 നിന്ന് ഇന്നലത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ട്രേഡിൽ നിന്ന് ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. പക്ഷേ 5 മിനിറ്റ്സിൽ നമുക്ക് അവിടെ ആ ട്രേഡിൽ നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു അപ് ട്രെൻഡ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് തരുന്നില്ല. അവിടെ മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യുന്നാൽ അവിടെ മാർക്കറ്റ് നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് ഇല്ലെങ്കിൽ തിരിച്ചൊരു ഡൗൺ തന്നെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡൗണിഷ് നമുക്ക് കിട്ടുമെന്ന് സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. അതേപോലെ കറക്റ്റായിട്ടൊരു ഡൗൺ പിടിച്ച് അവിടെ നിന്ന് സോഫ്റ്റ്വെയർ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബുള്ളിഷിൽ നമ്മൾ 5 മിനിറ്റ്സിൽ നമുക്ക് സിഗ്നൽസ് തന്ന് ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടാണ് തന്നത്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് നമുക്കവിടെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നാ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തന്ന ലോസ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യാൻ അവിടെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ ട്രേഡിലും എങ്ങനെയാണ്, ഇന്നത്തെ ട്രേഡിൽ ഇപ്പം നടക്കുന്ന ട്രേഡാണ്. ഇപ്പം നടക്കുന്ന ട്രേഡിൽ നിന്ന് മാർക്കറ്റ് ബൈ ട്രേഡിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഇപ്പം ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബൈ ഇവിടെ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. പക്ഷേ മിനിറ്റ് വൈസ് ട്രേഡിംഗ് ചെയ്യുന്ന നമുക്കവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ഡൗണിഷ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി ബൈ റണ്ണിങ് ആയവർക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു അവസരം നമുക്കുണ്ട്. അതിൽ നമ്മൾ 5 മിനിറ്റ്സ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ട്രെൻഡ് റിവേഴ്സിലേക്ക് പോകുമ്പോൾ സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷനായിട്ട് നമുക്ക് കളർ ചേഞ്ച് കാണിച്ചു തരും. അതേപോലെ തന്നെ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ 1 മിനിറ്റിൽ ബിയറിഷിലേക്ക് വന്നു എന്ന് തരും. എക്സ്ട്രാ കളർ വൈസ് വഴി നമുക്ക് റിവേഴ്സൽ ഇൻഡിക്കേഷൻ തരും. അതേപോലെ തന്നെ നമുക്ക് ട്രേഡ് നമ്മുടെ എവിടെ എക്സിറ്റ് ചെയ്യാൻ, അതായത് നമുക്ക് റിവേഴ്സിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ മെസ്സേജും തരും. ഇപ്പോൾ ഇവിടെ M1 നമുക്കവിടെ ബിയറിഷിലേക്ക് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ സാഹചര്യമുണ്ടെന്ന് നമുക്ക് അവിടെ പറയുന്നുണ്ട്. ഇപ്പം നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ് റിവേഴ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ട്രെൻഡ് നമുക്ക് അവിടെ നിന്നൊരു ട്രേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കറൻ്റ് പ്രോഫിറ്റിൽ നിൽക്കുന്നവർക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനൊരു അവസരം സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിലൂടെ ലൈവ് സെക്ഷൻ, അതായത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.